ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أجعلتم شقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين صدق الله العلي العظيم അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗം, സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി, ഈ വിശുദ്ധ റമദാനിനെ മുൻനിർത്തിക്കൊണ്ട് അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാൻ വളരെ സുപ്രധാനമായ ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നോമ്പ് 16, നാളെ 17 ഒക്കെയാണ്. റമദാൻ 17-നാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപ്രധാനമായ ബദർ യുദ്ധം നടന്നത്. യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിനമാണ് ബദർ ദിനം എന്ന് പറയും. സത്യവും അസത്യവും അല്ലാഹു സുബ്ഹാനഹു തആല വേർതിരിച്ച ദിവസം. മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും, തൗഹീദിന്റെ പൂർത്തീകരിക്കപ്പെട്ട വിജയമായിരുന്നു ബദർ എന്ന് പറയും. അതായത് നമുക്ക് കാണാം, പൂർണ്ണമായി അള്ളാഹുവിന് വിധേയപ്പെടുക, എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന് വിധേയപ്പെട്ട ഒരു മഹാസംഭവമായിരുന്നു ബദർ. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്, ഒരു വിഭാഗം ആളുകൾക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാര്യകാരണ ബന്ധം അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു കളയും എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അഗ്നിക്ക് യഥാർത്ഥത്തിൽ ചൂടാണ് വേണ്ടത്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ മാറ്റുകയാണ്, അതിനെ തണുപ്പാക്കി മാറ്റിക്കൊടുത്തു എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന് പരിപൂർണമായും അദ്ദേഹം സമർപ്പിതനായി കഴിഞ്ഞപ്പോൾ. അതേപോലെ മൂസാ അലൈഹി ഇസ്ലാമിനും അള്ളാഹു സുബ്ഹാനഹു തആല കടല് ഒരു അടി കൊണ്ട് പിളരുക എന്ന് പറയുന്നത്, അതും ഒരു ജലത്തിന്റെ കണിക പോലും ഇല്ലാതെ പിളരുക എന്നൊക്കെ പറയുന്നത് അസംഭവ്യമാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല ആ കാര്യകാരണ ബന്ധം മാറ്റിക്കൊണ്ട് കടലിനെ പിളർത്തി കൊടുക്കുകയാണ്. ബദറിലും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുകയാണ്. ബദറിൽ അള്ളാഹുവും റസൂലും സഹാബികളും പരിപൂർണമായി
സമർപ്പിതരായപ്പോൾ അള്ളാഹു മുൻകൂട്ടി തന്നെ വിജയം പ്രഖ്യാപിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം നടക്കുന്നതിന്റെ മുമ്പേ വിജയം പ്രഖ്യാപിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടിക്കൊണ്ട് പ്രവാചകൻ ബദർ യുദ്ധ കളത്തിലേക്ക് പോകുന്നുണ്ട്. വളരെ ആവേശത്തോടു കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറെ, ഇവിടെയാണ് അബൂജഹൽ മരിച്ചു വീഴുക, അബൂബക്കറെ ഇവിടെയാണ് ഉത്തുബത്ത്, അതേപോലെ ശൈബത്ത് ഇവിടെയൊക്കെയാണ് മരിച്ചു വീഴുക എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ തന്നെ മുൻകൂട്ടി തീരുമാനമെടുത്തു കഴിയുകയാണ്. ഇവിടെ അത് അല്ലാഹു അറിയിക്കുകയും ചെയ്യും. ഇത് അല്ലാഹുവിന്റെ ഒരു നടപടിക്രമമാണ്. നമ്മൾ പരിപൂർണമായി സമർപ്പിതരായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പിന്നീട് അങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ വിട്ടുകൊടുക്കുകയാണ് പ്രവാചകൻ. ഹംസ റളിയല്ലാഹുവിനെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെയും മറ്റൊരു സഹാബിയെയും, ഏറ്റവും പ്രധാനപ്പെട്ട സഹാബിയെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. കാരണം അത്രയും ബോധ്യമാണ് ആ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവിടെ യഥാർത്ഥത്തിൽ അവിടെ വെട്ടിയത് നീയല്ല നാമാകുന്നു എന്ന് ഖുർആൻ അവിടെ നടന്ന ആ യുദ്ധത്തിലെ ഓരോ രംഗങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുള്ള ഈ സംഭവങ്ങൾ കാലിക സംഭവങ്ങളുമായി കൂട്ടി വായിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കേണ്ടത്. സൂറത്ത് ആലി ഇമ്രാനിൽ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറുമായി ബന്ധപ്പെട്ട് പറയുന്നു, വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ, അല്ലാഹു അവന്റെ വിജയവും സഹായവും അവനെ ഇച്ഛിക്കുന്നവർക്ക് നൽകുന്നു എന്നത് ഇത്ര യാഥാർത്ഥ്യം. ഇന്ന ഫീ ദാലിക ലഇബ്റത്തുൻ ലിഉലിൽ അബ്സാർ, തീർച്ചയായും ഉൾക്കാഴ്ച ഉള്ളവർക്ക് ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ബദറിനെ മുൻനിർത്തി പഠിക്കുവാന് തയ്യാറുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിൽ കാണാൻ സാധിക്കുമെന്നാണ്. അള്ളാഹു യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഗൾഫ് യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൂടെയാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം സന്ദർഭത്തിൽ വിശ്വാസത്തെ, അള്ളാഹുവിന്റെ ദീനിനെ, വിശുദ്ധ ഖുർആനിനെ ഉയർത്തിപ്പിടിച്ച ആളുകൾക്ക് വിജയം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. വിജയം മാത്രമേ ഉള്ളൂ, ഒരിക്കലും അവർക്ക് പരാജയമില്ല. ഈ ഒരു യാഥാർത്ഥ്യ ബോധം ഹിദായത്തിന്റെ ഭാഗമാണ്. അതൊരാൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അത് അയാളുടെ ഹിദായത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അള്ളാഹു ഇത്തരം സന്ദർഭത്തിൽ ചെയ്യുന്ന നടപടിക്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ബദറിലൊക്കെ നടന്നത് എന്താണ് എന്ന്. അത് പരസ്പരം ചെറുതാക്കി കാണിക്കുന്ന ഒരു രീതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സന്ദർഭത്തിൽ എടുക്കുക. നമുക്ക് കാണാൻ സാധിക്കും, ഗൾഫുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ പറയുകയാണ് എങ്കിൽ വലിയ ഭീഷണി ഉയർത്തുകയാണ് പിശാച്. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ്. ആ പേടിപ്പിക്കുമ്പോൾ ആ പേടിക്ക് വിധേയപ്പെടുകയാണ്. അള്ളാഹുവിനേക്കാളും വലിയ പേടി അത്തരം കിങ്കരന്മാരെ, ഇസ്രായേലിനെയും അമേരിക്കയും അതുപോലുള്ള ഭരണാധികാരികളെയൊക്കെ മാറുകയാണ്. അങ്ങനെ അവസാനം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, സ്വന്തം രാജ്യത്ത് സൈനിക താവളങ്ങൾക്ക് വരെ സ്ഥലം വിട്ടുകൊടുക്കുകയാണ്. അത്ര ബുദ്ധിയില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയാണ്. ആർക്കാണ് വിട്ടുകൊടുക്കുന്നത്? ലോക സയനിസ്റ്റുകൾക്ക്, അവരെ പിന്താങ്ങി കൊണ്ടു നടക്കുന്ന, ഇസ്ലാമിന്റെ കഠിനമായ ശത്രുത പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ആ കൂട്ടാളികൾക്ക് സ്വന്തം താവളം, ഭൂമി അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാവിധ സൗകര്യങ്ങളും, മാത്രമല്ല വൻ സാമ്പത്തിക അടിമത്വം അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഇക്കഴിഞ്ഞ ഈ ഫലസ്തീൻ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ വളരെ മാരകമായ അവസ്ഥയിൽ അതിന്റെ കോംപ്രമൈസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കെ അത്തരം ഭരണാധികാരിയെ നാട്ടിലേക്ക് വിളിച്ചിട്ട് ലോകത്തൊരാളും കൊടുക്കാത്ത, ഇതുവരെ ആരും ഒരുപക്ഷെ കൊടുത്തിട്ടില്ലാത്ത വലിയ വിലയുള്ള സമ്മാനങ്ങൾ ഉൾപ്പെടെ കൊടുത്ത് വലിയ സമ്പത്ത് മുഴുവൻ അയാളോട് കടിയറ വെച്ചുകൊണ്ട് കൊണ്ടു നടക്കുന്ന ഭരണാധികാരികൾ, അത്തരം ഭരണാധികാരികൾക്ക് ബദറിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്നത് വളരെ ദൃഷ്ടാന്തമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? പരസ്പരം നിസ്സാരന്മാരാക്കി കാണിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കക്ഷികളുടെ കൂട്ടത്തിൽ ശരിക്കും ഫലസ്തീൻ യുദ്ധത്തിന്റെ പിന്നാമ്പുറത്ത് കിടക്കുന്നത് ഇസ്രായേലും അമേരിക്കയും മാത്രമല്ല, ഇത്തരം താവളങ്ങൾ മുഴുവൻ ഒരുക്കി കൊടുത്ത അറബ് രാജാക്കന്മാർ,
ആണ് അതിലെ മുഖ്യ കക്ഷികൾ. അവരാണ് ഈ കൊന്നൊടുക്കലിന് മുഴുവൻ കൂട്ടു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു ബദറിൽ എന്താണ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് യുരീക്കുമൂഹും ഇതിൽ തഖൈതും ഫീ അഅ്യുനികും ഖലീല. നിങ്ങൾ പരസ്പരം അഭിമുഖീകരിച്ചപ്പോൾ അള്ളാഹു നിങ്ങളുടെ ദൃഷ്ടിയിൽ എതിരാളികളെ നിസ്സാരന്മാരായി കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓരോ വിശ്വാസികളും അന്ത്യനാൾ വരേക്കുമുള്ള വിശ്വാസികളോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ബദർ വെച്ചിട്ട് നിങ്ങൾ ഓരോ കാര്യത്തെയും വിലയിരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം, നിങ്ങൾക്ക് ഓർമ്മ വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ചെയ്തത്? എതിരാളിയെ നിസ്സാരന്മാരാക്കി കാണിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല യുഖല്ലിലുകും ഫീ അഅ്യുനിഹിം, അവരുടെ ദൃഷ്ടിയിൽ നിങ്ങളെയും അവർ നിസ്സാരന്മാരായി കാണിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോ നേർക്ക് നേരെ ഫലസ്തീനായിരുന്നു മുമ്പ്. ഫലസ്തീന്റെ നേരെയായിരുന്നു എല്ലാവരും കൂടെ ഒന്നിച്ച് തിരിഞ്ഞിരുന്നത്. ഫലസ്തീനികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ മുഴുവനും, അറബ് നമ്പുരാക്കന്മാരെ ഉൾപ്പെടെ മുഴുവനും അള്ളാഹു അവർക്ക് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്ക് നിസ്സാരമായി കാണിച്ചു കൊടുത്തു. എന്നിട്ട് നെഞ്ചു വിരിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചു. എന്നാലോ ഇത് നാളെ തന്നെ തീർക്കാവുന്നതാണ് എന്ന് ഇവർക്കും തോന്നിപ്പിച്ചു. ഇത് നാളെ ഏതാനും 2 ദിവസത്തെ മതി എന്ന ഇടപാടിൽ ഇവർക്കും തോന്നിപ്പിച്ചു. എന്ത് സംഭവിച്ചു? പരാജയമാണ്, അമ്പേ പരാജയമാണ്. ലോകത്തെവിടെയും ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംജാതമാക്കുകയാണ്. ഇനി അവസാനം വൃദ്ധനായ ഈ അവസ്ഥയിൽ എന്തോ ചില സുഖങ്ങൾ കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തൊരവസ്ഥ മറുവശത്തും ഉണ്ടാക്കി കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ, അതിനു മുമ്പ് അത്തരം സംഗതികൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ, ഏരിയൽ ഷാരോൺ ഉൾപ്പെടെ ചരിത്രം നമ്മുടെ മുമ്പിൽ വായിക്കേണ്ടതുണ്ട്. 12 വർഷം മസ്ജിദ് ശരിക്കും ബോധവാനായിക്കൊണ്ട് തന്നെ കിടത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പം അത്തരം ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തലേ ഇതിന്റെയൊക്കെ പരിണിത ഫലങ്ങൾ ഉള്ളൂ. അതിന് പിന്തുണച്ചവർക്കും അത് തന്നെയാണ് വരാനിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ പേടിച്ച ആളുകൾക്കും അവർക്ക് അതൊക്കെ തന്നെയാണ് വരാനിരിക്കുന്നത്. അള്ളാഹു നിസ്സാരന്മാരായി കാണിച്ചു. എന്നിട്ട് എന്താണ് അള്ളാഹുവിന്റെ നടപടിക്രമം? ഇന്നിപ്പോ ഇറാനുമായിട്ടാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒന്നിച്ചു കൂടിയാലും, ഗൾഫ് നാടുകളും ഇവരും ലോകം മുഴുവൻ ഒന്നിച്ചു കൂടിയാലും അവർ ഈ ജനതയെ മുഴുവൻ നിസ്സാരന്മാരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുന്നു. എന്നാലോ ഈ അറബ് എല്ലാവരും ഒരുമിച്ച് കൂടിയ ഇറാനെയോ അവരെയും നിസ്സാരന്മാരായി കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കൂട്ടിമുട്ടിക്കുകയാണ് അള്ളാഹു. ബദറിൽ അതാണ് നടന്നത്. പരസ്പരം കൂട്ടിമുട്ടിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ നടപടിക്രമങ്ങൾ എടുക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന കാര്യം എന്താണ്? സംഭവിക്കേണ്ട കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയാണിത്. ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കേണ്ടതുണ്ട്. ബുർജ് ഖലീഫൊക്കെ ഉൾപ്പെടെ ഉണ്ടാക്കി സുഖലോലുപരായി ജീവിക്കാൻ വേണ്ടിയല്ല ഭൂമിയിൽ അവസരം നൽകിയത്. എന്നിട്ട് അവിടെ വ്യഭിചാരശാലകൾ ഉൾപ്പെടെ ലൈസൻസ് കൊടുത്തുകൊണ്ട് മദ്യവും അതുപോലുള്ള മദിരാക്ഷികളും നിരത്തിക്കൊണ്ട് ലോകത്തെ മുഴുവൻ ആകർഷിച്ച് വലിയ സുഖലോലുപരായി നടക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു ഈ ഭൂമി പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവിന് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ സത്യവാദികൾ ആരാണെന്ന് അള്ളാഹുവിന് അറിയണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിൽ ഖുർആനിലൂടെ പറയുന്നുണ്ട്. സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ചെയ്തത്. സകല കാര്യങ്ങളുടെയും മടക്കം അള്ളാഹുവിലേക്ക് തന്നെയാണ്. ഇതിവിടെ അവസാനിക്കുമെന്നും വിചാരിക്കേണ്ടതില്ല. ഇതൊക്കെ മടങ്ങാനുണ്ട്. ഇതിന്റെ ഓരോ അനാപ്പൈ വിചാരണ ചെയ്യുന്ന ഒരു മഹാദിനത്തിൽ അള്ളാഹുവിന് മുമ്പിലേക്ക് ഇതൊക്കെ എത്തിപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാൻ തീരുമാനിച്ചാലോ, അള്ളാഹു ഒരു വിഭാഗത്തെ സഹായിക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് വിജയം മാത്രമേ ഉള്ളൂ. നോക്കും നിങ്ങൾ, 160 ചില്ലാനം പിഞ്ചോമനകളെ ഇറാനിൽ കൊന്നുകളയുകയാണ്. ആ സമയത്ത് തന്നെ ഇളകേണ്ടതില്ല. അല്പം ഈമാൻ ഉണ്ടെങ്കിൽ ഇളകിയില്ല എന്ന് മാത്രമല്ല, വീണ്ടും മൗനം പാലിച്ചുകൊണ്ട് ഈ ഒരിക്കലും പാലിക്കാത്ത, നടപ്പാക്കാത്ത, വാക്ക് പാലിക്കുന്ന സമ്പ്രദായമേ ഇല്ലാത്ത ആളുകൾക്ക് വീണ്ടും കൂട്ടിക്കൊടുക്കുവാൻ ചർച്ചയ്ക്ക് വിളിച്ചപ്പോ എന്ത് ചർച്ചയിടൂ, നിങ്ങളോട് ഇനി എന്ത് ചർച്ച എന്ന് ചോദിച്ചിട്ട് തിരിയാതെ പോകുന്നത് അറബ് രാജാക്കന്മാർക്ക് എത്ര വഞ്ചന മാത്രമേ അവർക്കറിയൂ. വഞ്ചന മാത്രം. എന്നോ തുടങ്ങിയ വഞ്ചകര. ആ വഞ്ചകർക്ക് കൂട്ടിക്കൊടുക്കാൻ വീണ്ടും ശ്രമിക്കുന്ന അവരാണോ കുറ്റവാളികൾ? യഥാർത്ഥത്തിൽ ഇറാനാണോ എന്ന് പരിശോധിക്കേണ്ടത്. എന്നിട്ട് പറയാണ് ഷിയാക്കളാണ്. ഷിയാ സുന്നി ഇസം അതിന്റെ ഇടയിൽ പൊക്കിക്കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? ഷിയാക്കളാണെങ്കിൽ എന്താണ്? അവരുടെ തലമുറ മുഴുവൻ പഴിച്ചുപോയവരാണോ? ആര് പറഞ്ഞു പഴിച്ചവരാണ്? സുന്നികളായതുകൊണ്ട് വല്ല മഹത്വം? അത് ജൂതായുസവാദമാണ്. സുന്നികളായവർക്കൊക്കെ വലിയ മഹത്വം. ആ സുന്നിയിൽ നിന്ന് എന്ത് തോന്നിവാസം ചെയ്താലും, കൊടിയ ശിർക്ക് ചെയ്താലും അവൻ വലിയ പുണ്യവാൻ എന്ന് പറയുന്നതിന് എന്താർത്ഥമാണുള്ളത്? അത് ഷിയാക്കൾക്കും ബാധകമാണ്.
ഷിയാക്കളുടെ തലമുറയിൽപ്പെട്ട ആളുകളിൽ ഈമാൻ ഉണ്ടാവുകയില്ല, അവർക്കൊരിക്കലും അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം കിട്ടുകയില്ല എന്ന് ആരാ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഷിയാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ വധശിക്ഷയ്ക്ക് വിധേയപ്പെട്ട ഷഹീദായാൽ അയാൾക്ക് രക്തസാക്ഷിയല്ല എന്ന് ആരാ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരൊക്കെ തന്നെയാണ് അതിന് ഊതി ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും വിശ്വാസത്തിൽ അടിയുറച്ചവൻ ആരാണെങ്കിലും, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും, ജൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവൻ തന്നെയാണെങ്കിലും, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അവന് സമർപ്പിതനായവൻ ഒരിക്കലും പരാജയമില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ തന്നെയാണ് മഹോന്നതർ, അതിനേക്കാളും എല്ലാത്തിലും ഉയർന്നവർ നിങ്ങൾ തന്നെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല. എന്നിട്ട് നോക്കൂ, നിങ്ങൾ ബദറിൽ 2 വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹി വ ഉഖറാ കാഫിറത്തുൻ. ഇത് ഇന്നും പ്രസക്തമാണ്. അതിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ ദൈവിക മാർഗത്തിന് വേണ്ടി പടപൊരുതുകയാണ്. ഈ ദീനും ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദസൊക്കെ ഈ ലോകത്ത് നിലനിൽക്കേണ്ടതുണ്ട് എന്ന് കരുതി ഈ ഇറാനാണല്ലോ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ഹൂത്തികളും അതുപോലുള്ള സംഘങ്ങൾക്കൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട്, അതേപോലെ നേർക്ക് നേരെ തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട്, ആർജവത്തോടു കൂടി സംസാരിച്ചുകൊണ്ട് മുന്നിൽ നിന്നും, അതാണ് ഇറാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റെന്ന്, ഈ അടുത്ത കാലത്ത് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. മുമ്പും ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഇസ്ലാമികമായ ആദർശത്തെ ഈ രാജ്യത്ത് കൊണ്ടുവന്നു. അതാണ് അവർ ചെയ്ത ഖുമൈനിയൊക്കെ ചെയ്ത തെറ്റ്. അതാണ് അവരുടെ മേലുള്ള. അതേപോലെ അവർക്ക് വിനീത വിധേയമായി എല്ലാം ഊറ്റിയെടുക്കാൻ നിന്നുകൊടുത്തില്ല. അതാണ് അവർ ചെയ്ത തെറ്റ്. അതുകൊണ്ട് അത് പലതും പറഞ്ഞ് അവരെ വഴിപിഴച്ചവരാക്കി മാറ്റുന്ന സമൂഹം നമ്മുടെ സമുദായത്തിന് അകത്തുൾപ്പെടെ ഉണ്ട് എങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വിഭാഗം ആരാണ് ഈ ഏറ്റുമുട്ടുന്നതിൽ? ഈ ദീനും സമൂഹവും നിലനിന്ന് കാണാൻ വേണ്ടി, അതിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി പടപൊരുതുകയാണ് ഒരു കൂട്ടർ. മറ്റു വിഭാഗമോ അതിനെ നിഷേധിക്കുന്നവരാണ്. അള്ളാഹുവും ദീനും ഒന്നും ഇവിടെ നിന്നിട്ടില്ലെങ്കിലും മക്കയും മദീനയും ഉൾപ്പെടെ ഞങ്ങൾക്ക് ചൂഷണം ചെയ്യാനുള്ളതാണ്, ഞങ്ങൾക്ക് കാശുണ്ടാക്കാനുള്ളതാണ്. അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി വലിയ 2030 പ്രൊജക്ടൊക്കെ വൻ പദ്ധതികളാണ്. എങ്ങനെ ദുബൈയെ വെല്ലാമെന്ന കോലത്തിലാണ് പദ്ധതികളൊക്കെ ഇട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു വീഴുന്നത്. അവസാനം ഭീഷണിയിലാണ്. റിയാദിൽ വരെ എത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എപ്പോഴാണ് ക്ലോക്ക് ടവർ ഉൾപ്പെടെ അതിലേക്കൊക്കെ വന്നു വീഴുക എന്ന ആശങ്കയും പേടിയുമാണ് രാജാക്കന്മാർ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആ അർത്ഥത്തിൽ വരെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ ആരാധനകൾ കുറെ നടത്തിയെന്ന് കരുതി അള്ളാഹു അങ്ങ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ടോ? ആരാധനകൾ കുറെ ഭയങ്കര ദിക്ർ, ദുആ, തൽബിയത്ത്, അതേപോലെ ഹജ്ജ്, ഉംറ, അതാണ് അള്ളാന്റെ വിഷയം. അത് മക്കയിൽ ഉണ്ടായിരുന്നല്ലോ. അതിന് മക്കയിൽ റസൂലിന് തന്നെ സൗകര്യം റസൂലിന് അള്ളാഹു ചെയ്തു കൊടുക്കാമായിരുന്നല്ലോ. എന്റെ മക്ക വെടിയാനും എന്നിട്ട് നേടേണ്ടിടത്ത് ലക്ഷ്യം വെക്കേണ്ടിടത്ത് ലക്ഷ്യം വെച്ച് ഹിജറ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരാധന മുഴുവൻ അവിടെ ഇട്ടേച്ചുകൊണ്ട് ആ അള്ളാഹു തന്നെ എപ്പോഴും കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കൊടിയ ശിർക്ക് മുശ്രിക്കുകൾക്ക് താവളം ഒരുക്കി കൊടുത്തുകൊണ്ട്, അയൽ രാജ്യങ്ങളെ മുഴുവൻ ആക്രമിക്കുവാനുള്ള സംവിധാനങ്ങൾ ശത്രുവിന് ഒരുക്കി കൊടുത്തുകൊണ്ട്, അങ്ങനെ ഒരു ഹജ്ജും ഉംറയും ഒക്കെ നടത്തിയത് കൊണ്ട് എന്ത് ഫലമെന്ന് ഞാൻ പറയുന്നതല്ല, ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഖുർആൻ വ്യക്തമായി തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുഖദ്ദിമയിൽ ഓതിക്കേൽപ്പിച്ചത്. നോക്കൂ, നിങ്ങൾ ഷിയാക്കളായി എന്ന് കരുതിയൊന്നും നീതിയോ സത്യമോ ആവാതിരിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാക്ഷാൽ ഹജ്ജ് അതേപോലെ ഹറമു പരിപാലനവും നടത്തുന്ന ആളുകളെ കുറിച്ച് സൂറത്ത് തൗബയിൽ 19-ാമത്തെ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല പറയുകയാണ്, അജഅൽതും ശികായത്തൽ ഹാജ് വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാമി കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വജാഹദ ഫീ സബീലില്ലാഹ്. നമുക്കും ബാധകമാണ് ഇതൊക്കെ. നമ്മളെ പാർട്ടിയും സംഘത്തെ കുറിച്ചൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ കേൾക്കേണ്ടതാ. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക, മസ്ജിദുൽ ഹറം ഏറ്റവും വലിയ പള്ളി പരിപാലിക്കുന്ന കുറെ ആളുകൾ നാട്ടിലുണ്ടല്ലോ. മസ്ജിദുൽ ഹറം തന്നെ എടുത്തിട്ട് പറയാം, മസ്ജിദുൽ ഹറം തന്നെ പരിപാലിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിലും അന്ത്യനാളിലും ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവിക സരണിക്കായി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിനായി സമരം ചെയ്യുന്നവരുടെ പ്രവർത്തനത്തിന് സമമാക്കുകയാണോ അവർ? അതിന് സമമാവുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ലാ യസ്തവൂന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ഒരിക്കലും അത് സമമാവാൻ പോകുന്നില്ല. ഹാജിമാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു, അതങ്ങട്ട് വലിയ സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഔദാര്യം ഈ ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും ഹജ്ജും ഉംറയും ചെയ്തു കൊടുത്താൽ പോലും അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗം ഈ ഭൂമുഖത്ത് കൊണ്ടുവരാൻ വേണ്ടി
അതാണ് പ്രവാചകനെ നിയോഗിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ ദീനുകളുടെയും വ്യവസ്ഥകളുടെയും മുകളിൽ അള്ളാഹുവിന്റെ ദീനിനെ ഉയർത്തുക. ഇറാനിനെ അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. രക്തസാക്ഷിത്വമൊക്കെ തൽക്കാലത്തേക്കുള്ളതാണ്. ആ 1165 കുട്ടികൾ സ്വർഗത്തിലാ. അല്പം ഈമാനുള്ളവർക്ക് അത് തിരിയും. സ്വർഗത്തിലേക്ക് കുറെ സംഘത്തെ പറഞ്ഞയച്ചു. അതേപോലെ കാംനയും അങ്ങനെ തന്നെ ആവാനേ സാധ്യതയുള്ളൂ. അത്രയും ഈമാൻ ഉറപ്പുള്ള അവസാന ദിവസം പോലും, നിമിഷങ്ങളിൽ പോലും അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനെ കുറിച്ച്, അയാൾ ഷിയാ വിഭാഗത്തിൽ ജനിച്ചു വീണു എന്നും പറഞ്ഞ് അദ്ദേഹത്തെ നിഷേധിക്കുവാൻ ആരാണ് നമുക്ക് അനുവാദം നൽകിയത്? അങ്ങനെ ചിന്തിച്ചാൽ പോലും അവരുടെ കാര്യം കഷ്ടമാവുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ രക്തസാക്ഷിത്വമാണ് അവർക്കുള്ളൂ, വിജയം മാത്രമേ അവർക്കുള്ളൂ. ആ ഇറാനിന് ഒരു ജീവിജാലമില്ലാത്ത കോലത്തിലും അതിനെ ബോംബിട്ട് നശിപ്പിച്ചാൽ പോലും അവർ മുഴുവൻ സ്വർഗലോകത്തിലേക്ക് എത്തിപ്പെടും. ഈമാനുള്ളവർ എത്തിക്കേണ്ട കാര്യം അള്ളാഹുവിനുള്ളൂ. നമ്മളും അത് തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാത്തവന്റെ കാര്യമൊക്കെ അള്ളാഹു നോക്കിക്കൊള്ളുമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ ബേജാറാവേണ്ടതില്ല, നീ നിന്റെ ജീവൻ കളയേണ്ടതില്ല എന്നൊക്കെ അല്ലൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്തിൽ കൗഫിർ വരെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഓർത്തുകൊണ്ട് നീ നിന്റെ ജീവൻ കളയേണ്ടതില്ല, നമുക്ക് ബാധകമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ ഹാജിമാർക്ക് വെള്ളം കൊടുത്തു, മസ്ജിദുൽ ഹറം പരിഹരിച്ചു, ഹജ്ജ് നടത്തി എന്ന് കരുതിയിട്ടൊന്നും രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. അതിനെ ഉൾപ്പെടെ തകർക്കാൻ മുമ്പ് തകർത്തിട്ടുണ്ട്. അള്ളാഹു അങ്ങനെ തകർത്തിട്ടുണ്ട്. സൂറത്ത് ഇസ്രായേലൊക്കെ പറയുന്നുണ്ട്, അള്ളാഹു തന്നെ അവന്റെ സൈന്യത്തെ നിയോഗിച്ചിട്ട് തകർത്ത് തരിപ്പണമാക്കിയ രംഗം സൂറത്ത് ഇസ്രായേലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് ലാ യസ്തവി ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് അത് സമമാണെന്നാരും വിചാരിക്കേണ്ടതില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ഇന്ന ശിർക ലദുൽമുൻ അദീം. അതേ ളാലിമൻ എവിടെയും പ്രയോഗിച്ചത്. ആ അത്തരം ളാലിമികൾക്ക് ഹജ്ജിന് വെള്ളം കൊടുത്തതൊക്കെ നടത്തി വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്നല്ല. പള്ളി പരിപാലിച്ച് സക്കാത്ത് നടപ്പാക്കാതെ പള്ളി പരിപാലിച്ച് നിസ്കാരം നടത്തി അങ്ങനെ വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ അക്രമികളാണ്. ആരാണെങ്കിലും അവർ കൊടിയ ശിർക്കിന്റെ വക്താക്കളാണ് ആ അർത്ഥത്തിൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനത്തിന് അള്ളാഹു ഒരിക്കലും ഹിദായത്ത് നൽകുകയില്ല തന്നെ. ഇത് ഞാൻ വിശുദ്ധ ഖുർആനാ പറഞ്ഞത്. സക്കാത്ത് ഞാൻ വെറുതെ പറയല്ല, പറഞ്ഞേ പറ്റൂ. മിണ്ടാതെ ഈ സമയത്ത് പോലും അത് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞ ആയത്തുകളൊക്കെ അസ്ഥാനത്തായി മാറും. ദീനിനെ കളവാക്കിയവരെ നിനക്ക് കാണണോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീമ ലാ യഹ്ദു വലാ തുആമിൽ മിസ്കീൻ വൈലുൽ ലിൽ മുശ്രിക്കീൻ. മുശ്രിക്കുകൾക്ക് എത്ര സകലനാശവും. അവരാരാണ്? അല്ലദീനഹും ലാ യുഊതൂന സക്കാത്ത് നടപ്പാക്കൂല, എന്നിട്ട് അവരെങ്ങനെ നമസ്കരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അതുകൊണ്ട് അത്തരം ആളുകൾ കുറെ സുഖലോലുപരായി പ്രാർത്ഥിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടി വീടും സുഖജീവിതം നയിക്കുക എന്നതല്ല അള്ളാഹുവിന്റെ അജണ്ട എന്ന് വിശുദ്ധ ഖുർആൻ ഒരുപാട് ഇടങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ അറബ് രാജ്യം, സൗദി ഭരണാധികാരി എല്ലാവരെയും കുറിച്ചല്ല പറഞ്ഞു. അതിൽ നല്ല നല്ല മനുഷ്യന്മാര് ഇടക്കും തലക്കുമൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അവരൊന്നായിട്ട് തള്ളിക്കൊണ്ടല്ല പറഞ്ഞു. പക്ഷേ ആ ഭരണാധികാരികൾ തന്നെയാണ് മുർസിയെ, അറബ് വസന്തത്തെ എല്ലാ അർത്ഥത്തിലും തകർത്ത് തരിപ്പണമാക്കി അധികാരത്തിലെത്തിയ മുർസിയെ നോക്കൂ നിങ്ങൾ. സോമാലിയയിൽ വരെ ഇസ്ലാമികമായ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി, പട്ടിണി പാവങ്ങളെ മുഴുവനും വിമോചിപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ പാവങ്ങൾ വരെ തെരഞ്ഞു വന്ന ആ മുർസിയെ കോടാനുകൂടി, കണക്കില്ലാത്ത കോടി ഡോളറുകൾ കൊടുത്തുകൊണ്ട് അട്ടിമറിച്ചവരാണ് ഇവരാണ്. അത് എല്ലാ ലോകം അറിയത്തക്ക രീതിയിൽ തന്നെ പ്രകടമായ ഒരു സത്യമാണ്. അട്ടിമറിച്ചത് ഈ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവരെങ്ങാനും യഥാർത്ഥ ദീൻ ഉയർത്തിപ്പിടിച്ചാലോ ഈ രാജഭരണമോ ഖിലാഫത്തൊക്കെ മറച്ചു വച്ചിരിക്കുകയാണ്. എന്നിട്ട് ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും രാജഭരണവും ഒക്കെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? നമ്മളൊരു സമുദായവാദം ഉന്നയിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുകയില്ലോ. നോക്ക് നിങ്ങൾ, ഏറ്റവും അതെല്ലാം ഭംഗിയായി നടത്തിയിരുന്നെങ്കിലോ ഈ അധികാരം ഉപയോഗിച്ച് സൗദി അറേബ്യ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ ചില കാര്യങ്ങൾ മാത്രം നടപ്പാക്കിയാൽ തന്നെ സോമാലിയ എന്ന ലോകത്തുണ്ടാവുകയില്ല, പട്ടിണി ഉണ്ടാവുകയില്ല. ഈ ലോകം മുഴുവനും അവരുടെ കടിഞ്ഞാണിന് കീഴിലാവും. നേരെ മറിച്ച് ഈ കാശ് മുഴുവൻ കൊണ്ടു കളയുന്നത് എവിടേക്കാണ്? അവർക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. ദുബൈയോട് മത്സരിക്കണം, അതുപോലെ ലോക രാജ്യങ്ങളോട് മത്സരിക്കണം. എന്നിട്ട് അവിടെയാണ് മുഴുവനും മുടക്കുന്നത്. അതിന് ആരുടെ കാശ് കൊണ്ട് സ്വീകരിച്ചാലും വേണ്ടില്ല, അതിന് ആർക്കൊക്കെ വേണ്ടി കാശ് മുഴുവൻ തുലച്ചു കളഞ്ഞാലും വേണ്ടതില്ല. ഈ അറബ് രാജാക്കന്മാരുടെ നിലപാട് അതാണ്. സുഖജീവിതം, സുഖലോലുപതയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വമല്ല യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ കാഫിറൂൻ ളാലിമൂൻ. അള്ളാഹ് പറയാണ്, അല്ലാഹു ഇറക്കിയതനുസരിച്ച് വിധിക്കുന്നില്ലയോ, വിധി ലോകത്ത് നടപ്പാക്കാൻ കഴിവുള്ളവരാണ്.
അവരുടെ കയ്യിലാണ് ഹറമുള്ളത്. 2 ഹറമുകളും അവരുടെ കയ്യിലാണ്. ലോകത്ത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അവർക്ക്. ലോകത്തിന്റെ മുക്കുമൂലകളിൽ അവർക്ക് വിശ്വാസികളെ, കോടാനുകോടി വിശ്വാസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതും ചെയ്യാം. പക്ഷെ അവർക്ക് അവരുടെ താല്പര്യം തന്നെയാണ് വലുത്. എന്നിട്ട് അതിനെ പിന്തുണക്കാത്തവനൊക്കെ മതരാഷ്ട്രവാദിയാണ്, തീവ്രവാദിയാണ് എന്ന് പറയുന്ന ഒരവസ്ഥ അവരിലുമുണ്ട്, ആ നാട്ടിലുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലതൊക്കെ ബോധ്യത്തോടു കൂടി വേണം. നമുക്ക് ഇസ്ലാമും അള്ളാഹുവിന്റെ ദീനും അള്ളാഹുവിന്റെ കൽപ്പനകളും അള്ളാഹുവിന്റെ ആധിപത്യവും ഖിലാഫത്തും മേധാവിത്വവുമാണോ വലുത്, അല്ല അറബ് രാജാക്കന്മാരാണോ വലുത്? നമ്മുടെ മുമ്പിലും ചോദ്യം വരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇത്തരം സുഖലോലുപർക്ക് ശത്രു നോക്കും. നിങ്ങൾ പ്രസിദ്ധമായ ഹദീസാണ്. തിന്മ കണ്ടാൽ കൈക്ക് പിടിക്കണം. ഇത് കൈക്ക് പിടിക്കണില്ല എന്ന് മാത്രമല്ല, ഫലസ്തീന്റെ കാര്യത്തിൽ, ഇറാന്റെ കാര്യത്തിൽ, ഇപ്പോ 165 കുട്ടികളുടെ കാര്യത്തിൽ കൈക്ക് പിടിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും സൗകര്യം അങ്ങോട്ട് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുകയാണ്. ഒന്ന് തടയാൻ പോലും സന്നദ്ധമല്ല. അതുകൊണ്ട് ഇറാൻ ആദ്യം പറഞ്ഞിരുന്നു, എവിടെ നിന്ന് അക്രമം വന്നാലും അതിന് താവളം ഒരുക്കി കൊടുത്തവരെ ഉൾപ്പെടെ ഞങ്ങൾ ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഒന്ന് തടയാൻ സന്നദ്ധമായില്ല. 165 കുട്ടികൾ ഒന്നിച്ചു കൊന്നപ്പോഴെങ്കിലും ഒരു ഇടപെടൽ നടത്തുവാൻ അവർ സന്നദ്ധമായില്ല. എന്നിട്ട് സൗകര്യങ്ങൾ വീണ്ടും ചെയ്തു കൊടുത്തുകൊണ്ടുകയും എന്നിട്ട് ഒന്നിച്ചെങ്ങനെ അക്രമം സംഘടിപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. സഹോദരന് ഒരു ശരീരം പോലെയാണെന്ന് അള്ളാഹു റസൂലും പ്രവാചകനും പഠിപ്പിച്ചത്. ഒരു ശരീരം പോലെയെന്നാണ്. അവൻ നിർണായക ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മാത്രം മതി. യുദ്ധവേളയിൽ അവരത് ചൊല്ലുന്നു എന്ന് മനസ്സിലായാൽ മാത്രം മതി. ബാക്കിയൊന്നും നിങ്ങൾ നോക്കാൻ പാടില്ല. നിങ്ങളുടെ സഹോദരനാണ് അവർ എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ട് എന്ത് സാഹോദര്യം, എന്ത് ബന്ധം? അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സുഖലോലുപരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളും ഭയപ്പെടേണ്ടതുണ്ട്. നമ്മൾ അതിനൊക്കെ ഒത്താശ പാടി നോക്കൂ. നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് എന്താണ്? അത് നടത്തേണ്ട സന്ദർഭമായിരുന്നു അവർക്ക്. അഫ്ദൽ ജിഹാദി കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ. ജിഹാദിൽ ഏറ്റവും വലുത് അക്രമിയായ ഭരണാധികാരികളോട് സത്യം തുറന്ന് പറയലാണ്. സത്യം തുറന്ന് ഇസ്ലാമാണ് ഏറ്റവും വലിയ സത്യം, ഫലസ്തീനാണ് ഏറ്റവും വലിയ സത്യം, ബൈത്തുൽ മുഖദ്ദിസാണ് ഏറ്റവും വലിയ സത്യം. അത് തിരിച്ചറിയാം. മക്കയാണ് ഏറ്റവും വലിയ സത്യം, കഅബയാണ്. അതിൽ വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹമാണ് ഏറ്റവും വലിയ സത്യം. ആ സത്യം നിഷേധികളുടെ മുഖത്ത് നോക്കി ആർജവത്തോടുകൂടി തന്റെ ഇടത്തോടുകൂടി പറയലാണ് ജിഹാദിൽ ഏറ്റവും വലുത്. എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയാൻ കാരണം? മുട്ടുവിറക്കും. അതുകൊണ്ടാണ്. മാത്രമല്ല വലിയ നഷ്ടം സംഭവിച്ചേക്കും. ഇതല്ലേ ഇസ്ലാം? അതല്ലേ ബദർ നമ്മോട് പറയുന്നത്. വലിയ നഷ്ടം സംഭവിച്ചേക്കും. ഉഹദും അങ്ങനെ തന്നെയാ പഠിപ്പിക്കുന്നത്. ഒരു പക്ഷേ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ജീവൻ കൊടുക്കേണ്ടി വരും. അതാണ് ഇസ്ലാം, അതാണ് ബദർ. ജീവൻ അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറായി. ഹിജറയിലൂടെ എല്ലാം കൊടുത്തു, നാടും വീടും കുട്ടികളും കുടുംബമൊക്കെ കൊടുത്തു. ഇനി ബാക്കി അവരുടെ കയ്യിലുള്ളത് ജീവനാണ്. അതും കൂടി വെച്ചു കൊടുക്കലാണ് ബദർ. ആ ബദറിൽ നിന്ന് എന്ത് പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരുപക്ഷെ ജീവൻ കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? ഇറാൻ അത് ചെയ്യുന്നു. അതാണ് ചെയ്തുകൊണ്ട് ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. ഈ ദീനിനു വേണ്ടി, ഇതിന്റെ നിലനിൽപ്പിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ, ഫലസ്തീനു വേണ്ടി ജീവൻ കൊടുക്കുവാൻ അവർ സന്നദ്ധമാകുന്നു. എന്തുകൊണ്ടാ സയ്യിദ് ശുഹദാ എന്ന് അംസാദാനെ വിശേഷിപ്പിച്ചത്? ഒരു തിന്മ കണ്ടു അദ്ദേഹം വിശ്വാസി പോലും ആയിരുന്നില്ല. ഒരു തിന്മ കണ്ടു റസൂൽ. അദ്ദേഹം ഒരു സ്ഥലത്ത് കച്ചവടം കഴിഞ്ഞ് വരുമ്പോ റസൂൽ സലാസമയം ആരോ അടിച്ചു എന്ന് പറഞ്ഞു. ആരടിച്ചത്? അബൂജഹലാണ്. അബൂജഹൽ റസൂലിനെ അടിക്കുകയോ? ഉടനെ തന്നെ സടകുടഞ്ഞെഴുന്നേറ്റ് ജനങ്ങളുടെ മധ്യത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹം ആഞ്ഞടിച്ചു. നീ ആരടാ അടിക്കാൻ? ഇതാണ് ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അങ്ങോട്ട് വഴി നടത്തി. ഹിദായത്തിന്റെ അബൂജഹലിനെ താഴ്ത്തി അള്ളാഹു ഒന്നൊടുക്കി. എന്നിട്ട് അദ്ദേഹത്തിന് അള്ളാഹു സ്ഥാനമാനങ്ങൾ കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ കുറിച്ച് പ്രഖ്യാപിച്ചു, സയ്യിദ് ശുഹദാ ഹംസ, ശുഹദാക്കളുടെ അധിപനാണ്, ശുഹദാക്കളുടെ ഏറ്റവും വലിയ നേതാവാണ് കേട്ടോ ഹംസ എന്ന്. അത്രയും നല്ല ഒരു സ്ഥാനം അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. എന്നിട്ട് പ്രവാചകൻ അതോടൊപ്പം പ്രഖ്യാപിച്ചു, അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി എഴുന്നേറ്റ് നിന്ന് ഒരാൾ എന്ത് ചെയ്തു? അദ്ദേഹം അയാളോട് കൽപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ ഫഖതലഹു, അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫഹുവ സയ്യിദുൽ ശുഹദാ, അവൻ സയ്യിദ് ശുഹദാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അപ്പൊ ആ സയ്യിദ് ശുഹദാ എന്ന പട്ടൊന്നും വേണ്ട, അങ്ങനെയുള്ള അവാർഡൊന്നും വേണ്ടതില്ല. അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്ന അവാർഡ് മതി എന്ന് വെച്ചവരുടെ ഒക്കെ കഥ എന്തായിരിക്കുമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവരെയൊക്കെ ന്യായീകരിച്ച് അതിനൊക്കെ വർത്തമാനം പറഞ്ഞ് നമ്മൾ പോയി ചാടുമോ?
ഭയപ്പെടേണ്ടതുണ്ട്. നമ്മൾ ഭയപ്പെടേണ്ടത് നീതിയുടെ വക്താക്കളായി മാറണം, സത്യത്തിന്റെ വക്താക്കളായി മാറണം. അത് ജൂതനാണെങ്കിലും ശരി, മറുവശത്ത് ജൂതനാണെങ്കിലും ശരി, കൊടിയ ഇസ്ലാമിന്റെ വക്താക്കളായാലും ശരി. അങ്ങനെ നീതിയുടെ കാര്യം വിശുദ്ധ ഖുർആൻ ഇസ്ലാമും നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മറിച്ചുള്ള ആളുകളോട് നോക്കും, നിങ്ങൾ മറിച്ചാരെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ വലാ അൻ തഖ്മന്ന മിമ്മൻ റആ മദ്ലൂമൻ ഫഖദറ അൻ യൻസുറുഹു ഫലം യഫാൽ. ഒരാൾ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടു, അല്ലെങ്കിൽ ഒരു സമൂഹം പീഡിപ്പിക്കുന്നത് കണ്ടിട്ടും തനിക്ക് സഹായിക്കുവാൻ, ചിലതൊക്കെ സഹായിക്കുവാൻ കഴിയുമായിരുന്നിട്ടും അയാളത് സഹായിച്ചില്ല എങ്കിൽ അത്തരക്കാരോട് അള്ളാഹു പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. അത്തരം പ്രതികാരങ്ങളാണോ അറബ് നാട്, ഗൾഫ് നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹു പ്രതികാരം ചെയ്യും. ഫലസ്തീനെ ഈ കോലത്തിൽ അടിച്ചപ്പോ നോക്കി നിന്നവരെ നിങ്ങൾ വെറുതെ വിട്. ഖത്തറാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടുകയില്ല. യാ അയ്യുഹല്ലദീന ആമനു, എന്തുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അദുവ്വി ഔലിയാ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളുമായി സ്നേഹബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവരെ നിങ്ങൾ രക്ഷാധികാരികളാക്കി മാറ്റിപ്പോവരുത്. എന്താണ്? എന്തും പറഞ്ഞാണ് നാടുകളുടെ അടുത്തേക്കൊക്കെ ചെന്നത്. എന്താണ്? ഞങ്ങൾ മിസൈൽ ഞങ്ങളെടുത്തുണ്ട്, അല്ല ഏറ്റവും വലിയ ആയുധം ഞങ്ങളെടുത്താണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആര് എന്ത് ചെയ്യുകയാണെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് ഞങ്ങളുണ്ട് നിങ്ങൾ. അതുകൊണ്ട് എന്താണോ അപ്പൊ അങ്ങോട്ട് എഴുതി കൊടുക്കാണ്, ഒന്നായിട്ട് എടുക്കാൻ വേണ്ടി. മുമ്പാരോ 6 അടി മണ്ണിനെ പറ്റി വന്ന് നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തോ എന്ന് പറഞ്ഞ് സൗദി അറേബ്യ മുഴുവൻ അങ്ങോട്ട് ഉൾപ്പെടെ. ഇത് വിശ്വാസികളുടെ മുതലുള്ള രാജ്യമാണ്. ആ രാജ്യത്ത് വിശ്വാസികളുടെ ഒക്കെ താല്പര്യങ്ങൾ എന്താണ്, അവരുടെ അവസ്ഥകൾ, ലോകത്തുള്ള വിശ്വാസികളുടെ താല്പര്യം നോക്കുന്നവനാണ് ഹജ്ജും. അതേപോലെ അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്നവനും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് മസ്ജിദുൽ ഹറാം ഒക്കെ പരിപാലിക്കേണ്ടത്. ഈ ഒരു ബോധവുമില്ലാതെ അവരുടെ കൊട്ടാരവും സൗകര്യവും മാത്രം നോക്കി അങ്ങോട്ട് കൊടുക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിന്റെയൊക്കെ തിരിച്ചടിയാണോ എല്ലാം നിർഭയത്വം എടുത്തു കളഞ്ഞു. അള്ളാഹു നിർഭയത്വം എടുത്തു കളഞ്ഞു. വല്ലാത്തൊരവസ്ഥയിലാണ്, ഓടി പരക്കം പായേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഈ റമദാനിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇപ്പൊ കേട്ടത്, നേരത്തെ റിയാദിൽ വരെ കാര്യങ്ങൾ എത്തി എന്നൊക്കെയാണ്. റിയാദ് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരിയാണ്. അവിടെ നോക്കും നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അള്ളാഹു ആകുന്നു ഞങ്ങളെ, ആ അർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി നിലപാട് സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടെ പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് സാധിക്കേണ്ടതിന് നോക്കൂ, നിങ്ങൾ ഒരൊറ്റ ഹദീസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് പ്രഖ്യാപിക്കുക, ഇസ്ലാമിന്റെ പ്രവാചകൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാൻ, അമുസ്ലിങ്ങൾക്ക് വരെ സുരക്ഷിതത്വം, ചേർത്ത് പിടിക്കൽ, എല്ലാ അർത്ഥത്തിലുള്ള നിർഭയത്വം, അതാണ് ഇസ്ലാമിന്റെ വ്യവസ്ഥ. ആ വ്യവസ്ഥയാണ് ഇവർ കൊണ്ടു നടന്ന് മാറ്റിവെച്ചിട്ട് രാജഭരണവും അതുപോലുള്ള സംഗതികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ മിമ്പറിൽ വെച്ച് പ്രഖ്യാപിക്കാൻ, മൻ ആദാ ദിമ്മിയൻ, ആരെങ്കിലും സഹോദര സമുദായത്തിന്റെ മേലിൽ എങ്ങാനും കൈവച്ചാൽ ഫഖദ് ആദാനി, അവൻ എന്റെ മേലാണ് കൈവച്ചത്. എന്നിട്ട് പ്രവാചകൻ തുടരുകയാണ്, വമൻ ആദാനി ഫഖദ് ആദല്ലാഹ്, എന്റെ മേലിൽ ആരെങ്കിലും കൈവച്ചാൽ അവൻ അള്ളാഹുവിന്റെ മേലിലാണ് കൈവച്ചിരിക്കുന്നത്. എന്തൊരു വാക്കാണത്! അമുസ്ലിമായ സഹോദരൻ ഇസ്ലാമിക രാജ്യത്തുള്ള ഇസ്ലാമിന്റെ ഭരണവ്യവസ്ഥ എന്ന് പറഞ്ഞത്, അള്ളാഹുവിനെ കൈവച്ചു, ഓൻ അടിച്ചാൽ എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ മേലെ അവൻ പോയി കൈവച്ചു എന്നാ പറഞ്ഞത്. ഇതിലേറെ എങ്ങനെയാ സുരക്ഷിതത്വം നൽകുക ഒരു സമൂഹത്തിന്? അതും സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളെ കുറിച്ച് അല്ല പറയണത്. അതിന് നിഷേധിക്കുന്ന, കൊടിയ ശിർക്ക് ചെയ്യുന്ന, ബിംബങ്ങളെ ആരാധിക്കുന്നവനെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. അഗ്നി ആരാധകനെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. അവന്റെ മേലിൽ തൊട്ടാൽ അവൻ എന്റെ പേരിൽ കൈവച്ചു, എന്റെ പേരിൽ ആരെങ്കിലും കൈവച്ചാൽ അവൻ അള്ളാന്റെ പേരിൽ കൈവച്ചു, അവന്റെ കഥ കഴിഞ്ഞു എന്നർത്ഥം. ഇതാണ് ഇന്ന് വിശ്വാസികൾ മുഴുവൻ ആളുകളും കൈവച്ചിട്ടും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണോ? അവർ ഹാജിമാർക്ക് വെള്ളം കൊടുത്തു, ഹജ്ജ് നടത്തി എന്നതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണോ? അള്ളാഹു എവിടെ നിൽക്കുന്നു? ഖുർആൻ എന്താ പറയുന്നത്? അതുകൊണ്ട് ഫുർഖാനാണ്, സത്യവും അസത്യവും വേർതിരിക്കുന്ന ദിനങ്ങളിൽ, ഈ യുദ്ധനാളുകളിലൊക്കെ നമ്മൾ പാഠങ്ങൾ പഠിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും, എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ രക്ഷ, ശാശ്വത രക്ഷ, ഈ ലോകത്തെ രക്ഷയല്ല, ശാശ്വതമായ രക്ഷ ഉറപ്പുവരുത്തുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.